പഴയ പോലെയല്ല. ഇപ്പം നമ്മൾ മുമ്പ് എങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഗൂഗിളിനോടൊപ്പം തന്നെ പെർപ്ലക്സിറ്റി ഉണ്ട്. ഇങ്ങനെ ചാറ്റ് ബോട്ടുകളുടെ എണ്ണം കൂടുന്ന കാലം കുട്ടികൾ എന്താ പറയുക? കുട്ടികൾ പറയും, എന്തിനാ പുസ്തകം വായിക്കുന്നത്, അത് ഗൂഗിളിൽ അടിച്ചാൽ പറയുന്ന അത് കണ്ടന്റ്ഫുൾ ആവില്ല. എന്നാൽ അത് മാത്രം പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, അത് ഉപയോഗിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയന്ത്രണം എല്ലാത്തിനകത്തും നമുക്ക് വരുത്താൻ പറ്റണം. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികൾ എന്താ, ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി, ഒരാളും എൻ്റെ പ്രസംഗം കേൾക്കുന്നില്ല. ഇപ്പോൾ ഞാൻ അവിടെ ഒന്നും കമന്റ് പറഞ്ഞപ്പോൾ പിന്നെ വലിയ വാർത്ത ഇരിക്കൊണ്ട് ഞാനൊന്നും അനങ്ങിയിട്ടില്ല. ഇനി കാലക്കേടിന് എൻ്റെ വായിൽ നിന്ന് വീണ് പോയി കഴിഞ്ഞാൽ സ്പീക്കർ അവർ ആക്ഷേപിച്ചു എന്നുള്ള വാർത്ത ചെയ്തുകൊണ്ട് ഞാനൊന്നും അനങ്ങിയിട്ടില്ല. എനിക്കറിയാം ഒരാളും എൻ്റെ പ്രസംഗം കേൾക്കുന്നില്ല എന്ന്. പക്ഷെ എന്നാലും പോയിട്ടില്ല, മോശമില്ലല്ലോ, ഞാൻ പോയി സംസാരിച്ചു. എൻ്റെ അല്ല, അങ്ങനെയാണല്ലോ ഇപ്പോൾ പലതും നടക്കുക. നിങ്ങളെ പണിയിരിക്കുക, നമ്മളെ പണിയിരിക്കുക. അതുപോലെ ചിലപ്പോൾ അധ്യാപകർ എങ്ങനെ ആകുന്നുണ്ട്, നിങ്ങൾ ക്ലാസ് നയിക്കോ, ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടങ്ങ് പോകും. അത് പുതിയ കാലത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ററാക്ഷൻ നല്ല പോലെ ഉണ്ട് കുട്ടികളും ടീച്ചേഴ്സും. അവർ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ നടക്കും. എന്താ ഇപ്പം നടക്കുന്നത്? എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തോണ്ടിക്കളിക്കുകയാണ്. അഭിപ്രായ രൂപീകരണം പോലും അതിന്റെ ഭാഗം. അതാണല്ലോ ഓക്സ്ഫോർഡ് ഇയർ ഓഫ് ദ വേർഡ് ആയി തെരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് എന്നാണ്. ബ്രെയിൻ റോട്ട് എന്നാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ ശേഷിയൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങൾ, ആ പ്രചരണത്തിന്റെ ഭാഗി നിങ്ങളുടെ അഭിപ്രായം പോലും രൂപപ്പെടുന്ന രീതിയിലേക്ക് കാലം മാറുന്നു. അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയെ നമ്മുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും. നമുക്കിപ്പോൾ ക്യാമ്പസിനകത്ത് ക്ലാസ് റൂമിൽ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ക്ലാസ് അവർ കേൾക്കില്ല. നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന പോലെയാണ്. പൊതുയോഗ പ്രസംഗത്തിനകത്ത് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടാണ്, ഒറ്റക്കും കേൾക്കാനുണ്ടാവില്ല. അതിപ്പോൾ പരസ്യം നമ്മളെ പോലത്തെ ഒരാൾ അതിന് നീ കേൾക്കണോ എന്ന് പറഞ്ഞാൽ പിന്നെ അതായിരിക്കും ടി വിക്കാർ കൊടുക്കുക. പക്ഷെ റെസ്ട്രിക്ഷൻ എല്ലാത്തിനും ഉണ്ടാവണം. ഇപ്പൊ ക്ലാസ് റൂംസ് ഏറ്റവും മികച്ചതാ. ടീച്ചേഴ്സ് ഫാക്കൽറ്റി അവരുടെ ക്വാളിറ്റി എൻഷൂർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്യാമ്പ് വെക്കുന്നത്. ഈ ക്വാളിറ്റി ഇൻഷുറൻസ് ഇവിടെ മാത്രം പോരാ, തായോട്ടും പോകണം. തായോട്ടും കൃത്യമായി ഇതിനെക്കുറിച്ച് ചിലരെന്താ ചെയ്യുക, സ്കിപ്പ് ചെയ്ത് അറിയില്ല. എനിക്കറിയില്ല അതിനെന്തെങ്കിലും പീനലൈസേഷൻ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. പിന്നെ വൺസ് എ ടീച്ചർ എ ലൈഫ് ടീച്ചറാണ്, എല്ലായ്പ്പോഴും ടീച്ചറാണ്. ഇപ്പൊ ഞങ്ങള് പൊതുപ്രവർത്തക പൊളിറ്റീഷ്യൻസ്, അപ്പാർട്ട് ഫ്രം ദ സ്പീക്കർ ആൻഡ് പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയക്കാരനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഞങ്ങൾക്ക് പഠിക്കണ്ടേ? ഞാൻ ഇവിടെ നടത്തിയ പ്രസംഗം തന്നെ അപ്പുറത്ത് നടത്തിയ എന്താ പറയാ, അയാൾ ഒരു സ്ഥിരം സാധനല്ലേ. അപ്പൊ കേൾക്കുന്ന പറയും, ഇതാ ആ പോയിന്റ് ആയേ, ഇതാ മറ്റേ പോയിന്റ് ആയ, ഇനിയിപ്പോ തീരും. എത്ര ബോറായിരിക്കില്ലേ? അതുപോലെ നിങ്ങളും പഠനത്തിന് വിധേയമാവണം. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതാണല്ലോ ഇത്. അതില്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? നിങ്ങൾ പണ്ട് പഠിച്ച കാലം ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിച്ച് ആരും കേൾക്കുമോ? അവർക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അവരിങ്ങനെയാ, ഇതാ ഇപ്പൊ തീരുവേ. ആ പഴയ കാലമല്ല. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളിനകത്ത് ലാബൊന്നും അങ്ങനെ ഉണ്ടായില്ല. ഇപ്പൊ ലാബില്ലാതെ പഠിപ്പിക്കാൻ പറ്റുമോ? അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ വേണ്ടി സർക്കാരുകൾ നടത്തിയ ഇനീഷ്യേറ്റീവിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിന്റെ വാഹകരാണ് നിങ്ങളാണല്ലോ ഇത് പഠിപ്പിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിൽ നോക്കി, അവർക്ക് കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. കോളേജ് ടീച്ചേഴ്സിന് ഫാക്കൽറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഉണ്ട്, FIP. അതുപോലെ ആ ഒരു ഭാഗം തന്നെ ഇതും. അപ്പൊ ആ രീതിയിൽ ഈ ശനി ഞായർ ഞാൻ ചെയ്യൂടെ, ശനിയാഴ്ച ഒരു ക്ലാസ് വെക്കാൻ തീരുമാനിച്ചു, എന്തെങ്കിലും കുഴപ്പം? അധ്യാപക സംഘടന നേതാക്കൾ ഇരിക്കുന്നുണ്ട്. എത്ര അവർ ആക്സെപ്റ്റ് ചെയ്യും? എനിക്കറിയില്ല അക്സെപ്ഷൻസ്. ഇനിയിപ്പോ കോൺട്രവേഴ്സിക്കൊന്നും ഞാൻ ഇല്ല. ഏതായാലും നിങ്ങൾ കാണേണ്ടത് ഈ എഡ്യൂക്കേഷൻസിനകത്ത്, വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മൊബൈൽ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? അപ്ഡേറ്റ് ദ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് കാണും. ഇന്ന് രാത്രി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആരും അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നില്ലല്ലോ. കൃത്യമായി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അപ്ഡേറ്റ് അടിച്ചിട്ടില്ല ഉറങ്ങും നിങ്ങൾ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് നടക്കുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രട്ടേണിറ്റി തയ്യാറാവണം. കാരണം നിങ്ങളൊരു ക്ലാസ് ബിൽഡ് ചെയ്യുന്നവരാ.